പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം നിന്റെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് നിന്റെ തിരുസിലിവായി നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസിലിവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് എടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അലച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്,
ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. ഭവനരഹിതർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഈ വഴിയാത്രകൾ, യാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിത മാർഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, യാത്രയ്ക്ക് ഒരുപെടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ, ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കയറിച്ചെല്ലണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ, അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിൻ്റെ നാമം ആശ്രയിക്കപ്പെടട്ടെ. അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ. അപ്പോൾ പല അച്ഛന്മാരും വന്ന് സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പടിക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കും, ജോസഫേ അച്ഛാ നമ്മൾ ഉടമ്പടിയിലല്ലേ? സിസ്റ്റർമാരും ചോദിക്കും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാരോട് പറയും, സിസ്റ്റർമാരെ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മണ്ടേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരും. കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത മൈൻഡ് സെറ്റ് എന്താണ്? ദൈവത്തിൻ്റെ മത്തായി സുവിശേഷം 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യണത്. അതായത് കൽപ്പിക്കപ്പെടലായി ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരെ ദാസന്മാരാണ്. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേൻ. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സിസ്റ്റേഴ്സോട് പറയും, സിസ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ ചാസ്റ്റിറ്റി അല്ലേ, ശുദ്ധത, പിന്നെന്താണ് ഒബീഡിയൻസ്, അനുസരണം, പോവർട്ടി, അപ്പോൾ ദാരിദ്ര്യം, അനുസരണം, കന്യാത്വം നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ്. അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ളൊരു ദൗത്യമാണ്. പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ്? ഈ 10 അത് ആ ലൂക്കാസ് വിഷയത്തിലേക്ക് വരുമ്പോൾ 17:10 വരുമ്പോൾ എന്താ പറ്റണത്? കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത് നിങ്ങളുടെ കാര്യം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത്? അത് കൗണ്ട് ചെയ്യത്തില്ല. ഒരു പരിധി വരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽകൃപയെന്ന സംഭവമില്ലേ? യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പം മേൽകൃപയില്ല, അപ്പോൺ ഗ്രേസ്, അഡീഷണൽ ഗ്രേസ്. ഈ അഡീഷണൽ ഗ്രേസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങളെ മത്തായി 5:46 വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ്. ഉടമ്പടിക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളാണ് ചെയ്യണത്. അപ്പം മേൽക്കൃപ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി, ഇപ്പം അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു തിരുപ്പട്ട സമയത്ത് എന്താ പറയുന്നത്? പ്രിയമകനെ നീ ഇത് കർത്താവിൻ്റെ വചനം അഭിനന്ദ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും? പ്രിയമകനെ നീ ഇത് വിശ്വസിക്കണത് ജീവിക്കുക. അപ്പം നമ്മൾ അത് ചെയ്തുകൊള്ളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും. പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല. കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മളെ പട്ടം തന്ന് വിട്ടിരിക്കണത്. ആദ്യം ഈ അപ്പോസ്തലന്മാരെല്ലാം ആരായിരുന്നു?
ആദ്യം അവർ പ്രീസ്റ്റ് അല്ലായിരുന്നു, അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ഇവാഞ്ചലിസ്റ്റ് ആയവർ ആ ഇവാഞ്ചലൈസേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ്ഹുഡ് വരണത്. ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത്. ഇവാഞ്ചലിസ്റ്റ് വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ട് വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ഓർമ്മയെ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത്യനുസരിച്ച് ശുശ്രൂഷയായിട്ട് പോണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി, പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത്? ഇവാഞ്ചലൈസേഷനാണ്. ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? ഇവാഞ്ചലൈസേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി. അതുകൊണ്ട് ആർക്കും, എല്ലാ മേഖലയുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽകൃപ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ്. പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം. പ്രൈസലാണ്. പ്രാർത്ഥന നിർഭരമായ സ്വാഗതം. എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ വചനത്താൽ അഭിഷേകം പ്രാപിക്കുകയും വചനത്തിൻ്റെ ശക്തി സംശീകരിച്ച് ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ വരുന്ന സ്വകാര്യവും കുടുംബപരവുമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞു വരുന്നത് വചനം ഒരു ടോർച്ച് പോലെയാണ്. അത് നമുക്ക് അത് നിൽക്കുമ്പോഴാണ് ടോർച്ച് നമ്മുടെ പാതയിൽ പ്രകാശമാകണത്. ആ നിൽക്കുന്ന രീതികളനുസരിച്ച് പ്രകാശത്തിൻ്റെ വീതികൾ പരന്നോ ദീർഘമുള്ളതോ ആകാം. അതാണ് ടോർച്ചിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെയാണ് പലപ്പോഴും വചനത്തിലും. കാര്യം വചനം പ്രകാശമാണെന്ന് തിരുവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും വചനത്തെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹത്തോടെ പ്രയോഗിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഒരമ്മച്ചിയാണ്, വീട്ടമ്മച്ചിയാണ്. അപ്പോൾ അവരുടെ മോള് അവളുടെ വിശ്വാസത്തിന് ഒരിക്കലും പൊറുക്കാനാവാത്ത കുടുംബത്തിൽ വലിയ അലോക്യവും അസമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വലിയ പ്രണയബന്ധത്തിൽ ചെന്ന് ചാടി. അപ്പോൾ അവർക്ക് ചങ്ക് പൊടിയണ പോലെ വേദന ഉണ്ടായി. പക്ഷെ അവർ ഒരു ധ്യാനകേന്ദ്രത്തിനും പോയില്ല, അച്ഛൻ്റെ അടുത്തും പറഞ്ഞില്ല. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു. അവർ ഈ പയ്യനെ വിളിച്ചു. ഉടനെ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഈശോയെ വിശ്വസിക്കുന്നയാളാണ്, മകനത് കേൾക്കണം. എൻ്റെ മകളെ കർത്താവിൽ ആണ് ഞാൻ ജനിപ്പിച്ചിരിക്കണമെങ്കിൽ വിശ്വാസമുള്ള കർത്താവിൻ്റെ അൾത്താറിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ മകളെ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതവർ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചാണത്. മകളുടെ കൺസെൻറ്റ് വാങ്ങിച്ച് പ്രഖ്യാപിച്ചതല്ലേ. ഇങ്ങനെയുള്ള തിമിരങ്ങളിൽ ചെന്ന് വീണ് പോയ ആൾക്കാർ തിരിച്ചു വരാൻ പാടായിരിക്കും. പക്ഷേ അമ്മയുടെ വിശ്വാസമാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? മകൾക്ക് തന്നെ, അതായത് വചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എന്താ കാര്യം? പിന്നെ ദൈവമാണ് ഇടപെടുന്നത്. പക്ഷെ അതുപോലെ വിശ്വസിക്കാൻ, പ്രഖ്യാപിക്കാൻ, ഇത് പോപ്പുലർ സ്പിരിച്വാലിറ്റി അച്ഛൻ പറഞ്ഞില്ലേ, അതായത് ജനങ്ങളുടെ ആധ്യാത്മികതയിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവർ കണ്ടുപിടിച്ച ചില മാർഗങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതാണ് അവരെ. അതായത് ദൈവമായിട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദാസ ജീവിതത്തിൽ, ദൈവജന ജീവിതത്തിലും സാക്ഷ്യ ജീവിതത്തിലും നമ്മൾ നടക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സഹായം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ 14:26 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. കാര്യം ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടായിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ സഹായന് അയച്ചു തരികയും ചെയ്യും. പല പ്രതിസന്ധികൾ അതിജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് മിക്കവാറും കുടുംബം വിട്ടു പോയിട്ട് കാലങ്ങളായി കാണും. പക്ഷേ ഈ അമ്മച്ചി അങ്ങനെയല്ല. അവർക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാനറിയാം. വിശ്വസിക്കണ പ്രഖ്യാപിക്കും. കാര്യം എന്താണ്?
യേശു കർത്താവാണ്. അത് ഏത് കുടുംബ തകർച്ചയായാലും, എന്ത് തകർച്ചയായാലും, ദുരന്തമായാലും നമുക്കറിയാം എന്താണ്, എല്ലാം യേശു കർത്താവാണ്. കർത്താവ് അതിൻ്റെ എല്ലാം മുകളിലാണ് ഈശോ. അഥവാ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണിത്. ഓരോ വിശ്വാസിയും പ്രതിസന്ധി അതിജീവിക്കണം എങ്ങനെയാണ്? യേശുവിനുള്ള ഈ അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. യേശുവിനുള്ള അധികാരത്തെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, ഞാൻ പണ്ടൊരിക്കൽ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോഴേ സന്ധ്യക്ക് പിശാച് ബാധിച്ചൊരു മനുഷ്യനെ, നിങ്ങൾ കേട്ടാൽ ചിരിക്കും, പിശാച് ഈ കാലത്ത് ഉണ്ടോയെന്ന്. അങ്ങനെയില്ല, പിശാച് കറക്റ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമാണത്. ഭയങ്കര ഇരുട്ട്, പവർ കട്ടാണ്. ഒരു 10-25 പേര് കൂടി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എൻ്റെ മേടവാതിക്ക് മാവിഞ്ച് വെട്ടി കമത്തിയിട്ടിരിക്കുക. അവരെ തല്ലുക. എന്നെ കാണാൻ വന്നപ്പോൾ ഈ പിശാച് ബാധിതൻ, ഭ്രാന്തനെന്ന് വേണേൽ പറയാം, പക്ഷേ ഭ്രാന്തൻ്റെ പരിപാടികളൊന്നുമല്ല പുള്ളിക്കാരൻ കാണിക്കണത്. ഒരു 10-20 പേരുടെ ശക്തിയാണ്. 4 പേര് പിടിച്ചിട്ട് നിൽക്കാതെ ഒരു കണക്കിന് പിടിച്ച് അമത്തി കിടത്തി അതിൻ്റെ പുറത്ത് കയറി ഇരിക്കണം. എന്നിട്ട് അച്ചാ രക്ഷിക്കണേ എന്ന് പറയാം. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന ആളാണ് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ കൂടുതൽ വൈലൻ്റായി ഞങ്ങളെ കൊല്ലാൻ പിടിക്കണം. അപ്പോൾ സമയത്ത് ഒരു കണക്കിന് ജീവരക്ഷാർത്ഥം ഞങ്ങൾ ഈ മനുഷ്യനെ പിടിച്ച് മുകളിൽ കയറി ഇരിക്കുക. ഞങ്ങൾ എഴുന്നേറ്റ് പോയാൽ അയാളവിടെ കിടന്ന് അമറുകയും ചീറ്റുകയും ഒരു മനുഷ്യൻ്റെതല്ലാത്ത സ്വരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഇത്തിരി പേടിയായി ശരിക്കും പറഞ്ഞാൽ. എങ്കിലും പക്ഷേ ഇരുട്ടാണ്. കാര്യം ഈ മനുഷ്യൻ്റെ ആകാരങ്ങൾ വലിയതാണ്. കാര്യം 4 പേരിങ്ങനെ നിരന്നിരിക്കുകയല്ലേ, മിക്കവാറും ഒരു 7 മീറ്ററോളം ഒരു 7 അടി 8 അടിയോളം ആൾക്കാർ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പോഴേ എങ്ങാനും ഈ മനുഷ്യൻ എഴുന്നേറ്റാൽ എല്ലാവരും ഉപദ്രവിക്കും, എന്നെ ഉപദ്രവിക്കും. അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സഹായകനാണെന്ന് പരിശുദ്ധാത്മാവ്, അതാണ് ഈ വിഷയം. പരിശുദ്ധാത്മാവ് നമ്മളെ 14:26 സഹായിക്കും. പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിയത് നീ വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. നീ വിശ്വാസപ്രമാണം ചെല്ലാൻ. ഞാൻ അകത്തുനിന്ന് ഒരു മെഴുതിരി കത്തിച്ചുകൊണ്ട് വന്ന് അവിടെ ഉടനെ ചരക്ക് ഭാഗത്ത് വെച്ചിട്ട് ഈ മനുഷ്യന്മാരുടെ ഈ കമത്തിയിട്ടിരിക്കുന്ന ഈ രാക്ഷസനായ മനുഷ്യൻ്റെ പിശാച് ഭാഗത്തിൻ്റെ തലയ്ക്ക് ഭാഗത്ത് മുട്ടിയെ നിന്ന് ഇവിടെ നിന്നില്ല, മുട്ടിയെ നിന്ന്. കാര്യം മുട്ടിയെ നിൽക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. നമ്മൾ നിന്ന് പ്രാർത്ഥിക്കണത്, ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നത് വ്യത്യസ്തമായ ഡിഗ്രീസ് ഓഫ് പവറാണ്. മുട്ടയിൽ നിന്ന് വരുമ്പോൾ നമ്മളെന്താ പറയണത്? ഈ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയണത്? ഈ റോമ 10:9 വലിയ എലാബറേറ്റ് ഫോമാണ് വിശ്വാസ പ്രമാണം. എന്താണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? വചനം എന്താ പറഞ്ഞത്? നീ രക്ഷ പ്രാപിക്കുമെന്നാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ആരാ? ലൂക്ക 2:30 രക്ഷ എന്ന് പറയണത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പ്രാപിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പ്രാപിക്കണത് എന്തിനാ? ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്ക് പനിയായാലും പിശാചായാലും ശരി, യേശുക്രിസ്തുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാപിക്കണ യേശുക്രിസ്തുവിനെ കൊണ്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ പറ്റും, നമ്മുടെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഫോർമുല. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിയതിന് ശേഷം, അപ്പോഴും ആ വിശ്വാസപ്രമാണം ചെല്ലണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. കാര്യം ഓർപ്പിച്ചു തരണ്ടേ. ഇപ്പം നമ്മൾ ജപമാലയെ പ്രാർത്ഥിക്കുന്നത്, ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ രഹസ്യം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന സൂത് ജപങ്ങൾ, ആ ജപത്തിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഓ എൻ്റെ ഈശോയെ, നരകാതെ രക്ഷിക്കണമേ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളിൽ വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സുഖത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ കർത്താവെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ജപമാല കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോധപൂർവം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിട്ടും നമ്മളെ സഹായിക്കും. ഇപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലാൻ ഈ രാക്ഷസൻ്റെ പിശാച് ബാധിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നിർവാഹമില്ല 4 പേരും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞാനും കുഴങ്ങുമ്പോൾ ഇരുട്ടിൽ ഞാൻ എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവിനെ സഹായിക്കണം ചെയ്തത്. നീ വിശ്വാസപ്രമാണം ചെല്ലുക. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ബന്ധന പ്രാർത്ഥനയാണ്. ഞാൻ സാധാരണ പണ്ടൊക്കെ ചെല്ലുന്ന പ്രാർത്ഥനയായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ അത് ഓർപ്പിച്ചു തരാം. 14:23-6 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് എന്താ ഓർപ്പിച്ചത്? ഞാൻ ആ ബന്ധന പ്രാർത്ഥന ചെല്ലണ സമയത്ത് എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ തല പൂഴ്ത്തിയിട്ടിരിക്കുന്ന മണ്ണിൽ അവിടെ തൊട്ട് അയാളമറുകയും ചീറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പൊങ്ങി വന്നിട്ട് നമ്മളെല്ലാവരും തല്ലുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ കൈ ആ മനുഷ്യൻ്റെ ശിരസിൽ വെച്ചിട്ട് ഞാൻ ബന്ധന പ്രാർത്ഥനയില്ലേ, I cast out in the name of Jesus Christ. Let the adversary's power
devil's legions be dispelled and driven afar from you. In the name of Jesus Christ. അപ്പോൾ അത് വലിയ പ്രാർത്ഥനയാണ്. അതിനിടയിൽ ആ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇല്ലേ, ലെറ്റ് ദ അഡ്വൈസസ് പവർ, അതായത് പൈശാച ശക്തികളെ യേശുക്രിസ്തു നാമത്തിൽ ഒഴിഞ്ഞു പോട്ടെ എന്ന് കൽപ്പിക്കുന്ന കൽപ്പനയില്ലേ, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് ആ സെക്കൻഡ് എനിക്കറിയാം ജീവിതത്തിൽ ഉണ്ടായ വലിയ അനുഭവങ്ങളുടെ ഒരു അനുഭവമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂൺ ചൊട്ടണ പോലെ ഈ മനുഷ്യൻ അങ്ങ് ചൊട്ടിപ്പോയി. ചൊട്ടുക മാത്രമല്ല, ഉടനെ അവരെ അതിൻ്റെ ആ ശരീരത്തിൽ ഇരുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലായി എന്തോ സംഭവിച്ചെന്ന്. അവർ പെട്ടെന്ന് സന്തോഷമായിട്ട് എഴുന്നേറ്റപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിൽ ഈ വലിയ സിംഹത്തെ പോലെ വന്ന മനുഷ്യൻ എലി പോലെ നിന്ന് സ്തുതിയും പറഞ്ഞ് നിൽക്കുക. അത്രയും അപ്പോഴാണ് ജീസസിൻ്റെ നാമത്തിൻ്റെ പവറ്. പക്ഷേ ഈ പവറ് അഭിഷിക്തർക്ക് മാത്രമില്ല, സാധാരണ ജനങ്ങൾക്ക് കിട്ടും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി പറയായിരുന്നു, അച്ഛാ കൃപാസനത്തിൽ വെഞ്ചരിച്ച ഒരു വസ്തു ഞാൻ കൊണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര മരപ്പെട്ട് ശല്യം. അപ്പോൾ അത് തങ്കി വെട്ടക്കൽ ഭാഗത്താണ് അവരുടെ വീട്. മരപ്പെട്ടി ശല്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ അതില്ല, ഒറ്റ കോഴിനെപ്പോലും മരപ്പെട്ടി വെറുതെ വിടത്തില്ല, എല്ലാത്തിനും കൊന്നു തിന്നുക ആ പ്രദേശത്ത് മുഴുവൻ. അപ്പോൾ അവിടെ ജീവനോപായങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ പിടിക്കും? രാത്രിയാണ്, കാണത്തില്ല. അതിന് ഒരു പ്രായം ചെന്ന വലിയമ്മയാണ്, അവരുടെ വീട്ടിൽ മക്കളുമില്ല, ഓടിച്ചിട്ട് പിടിക്കാനോ വലിയ കെണി വെച്ച് പിടിക്കാനോ ഒന്നുമില്ല. അവർ ആകപ്പാടെയുണ്ട്, അവശയായ സ്ത്രീ. അവരുടെ ജീവിതോപാധികൾ ഇങ്ങനെ ഈ മരപ്പെട്ട് രാത്രി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ഭയം കണ്ടുപിടിച്ച് അവർ കൃപാസനത്തിൽ വെഞ്ചരിച്ച ഒരു വസ്തു കൊണ്ടുപോയി ഈ മരപ്പെട്ടി വരുന്ന വഴി വെച്ച് പറഞ്ഞ്, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ ഒഴിഞ്ഞു പോകാൻ. അതുവരെ സാക്ഷ്യം പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി, ആൾക്കാർക്കത് ഫീൽ ചെയ്ത്. എന്താ കാര്യം വെച്ചാൽ അവിടെ വെഞ്ചരിച്ച വസ്തു അടയാളമാണ്, പക്ഷെ അത് വെച്ചിട്ട് കൽപ്പിക്കാനുള്ളൊരു പവറുണ്ട്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞ പോപ്പുലർ സ്പിരിച്വാലിറ്റി, ജനകീയ വിശ്വാസം. ജനകീയ വിശ്വാസം അത് പ്രായോഗികമായ പ്രതിസന്ധിയുടെ നേരെ ഹൃദയത്തിൽ യേശു മരിച്ചവൻ ഉയർപ്പിച്ചവനാണെന്ന് വിശ്വസിക്കുകയും യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ് അവർ ചെയ്തത്. പിന്നെ ആ പ്രദേശത്ത് ആ ജീവി വന്നിട്ടില്ല. അപ്പോൾ എത്ര അശുവായ മനുഷ്യരായാലും ആവതില്ലാത്തവരായാലും വിശ്വാസമാണ് ഏറ്റവും വലിയ ആവത്. ആ വിശ്വാസത്തെ പ്രയോഗിക്കാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം കൊണ്ട് പ്രയോഗിച്ച വചനം പരന്നു തെളിയും. അതുപോലെ തന്നെ നമ്മൾ സ്നേഹം കൊണ്ടാണ്, യേശുവിലുള്ള സ്നേഹം കൊണ്ടാണ് വചനം പ്രഖ്യാപിക്കണമെങ്കിൽ അത് ദീർഘദൂരം നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ദീർഘത്തിൽ കാണാൻ പറ്റും. ഇത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആദ്യം യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചത് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ സ്നേഹത്തോടെ വിശ്വസിക്കണം. അധരം കൊണ്ട് യേശു കർത്താവാണ് തെറ്റ് പറയുമ്പോൾ അതും സ്നേഹത്തോടെ വേണം. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മൾ വിശ്വാസത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഈ വിശ്വാസത്തിനേക്കാൾ വലുതാണ് സ്നേഹം. പക്ഷേ ചില സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുക വഴി സ്നേഹം നിറയുന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വിശ്വാസം പ്രഖ്യാപിക്കുക വഴി ഇപ്പോൾ ആ രക്തസ്രാവക്കാര രോഗിയൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് കർത്താവിൻ്റെ അടയാളം കിട്ടിയതും സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും അവർ നിറഞ്ഞതും ഈശോ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്തത്. ദൈവവേദന ജനകീയ ആധ്യാത്മികതയിലെ ദൈവവചനം നൽകുന്ന ആ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിനെ ആട്ടിപ്പുറത്താക്കാനും അതിജീവിക്കാനും ആവശ്യമായ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നത് വചനം പ്രയോഗിക്കുന്നതിലൂടെയാണ്. വചനം സ്നേഹത്തോടെ പ്രയോഗിക്കാൻ, വചനം വിശ്വാസത്തോടെ പ്രയോഗിക്കാൻ, വചനം പ്രത്യാശ പ്രയോഗിക്കാൻ, വചനം ദൈവത്തിൻ്റെ കരുത്ത് പ്രയോഗിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കിപ്പോഴും ഒരു നിമിഷം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലും നമുക്കറിയാം ഈശോയാണ് ഭരണകർത്താവ്. അതുപോലൊരു സാക്ഷ്യമായി കേൾക്കാൻ പോകണം. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലർ സ്പിരിച്വാലിറ്റി അനുസരിച്ച് ജനത്തിൻ്റെ ജനകീയ വിശ്വാസം അനുസരിച്ച് സുവിശേഷത്തിൻ്റെ ശക്തിയെ പ്രയോഗിക്കാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് അന്ന ജിപ്സി. ഞാൻ അരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 ഓവറിയിലുമായി 4 മുഴകളുണ്ടായിരുന്നു. ഇടതുവശത്തെ ഓവറിയിൽ ഉള്ള മുഴ, ഒരു മുഴയുടെ ഉള്ളിൽ കൂടി മറ്റൊരു മുഴ വളർന്നു വരുന്നത് കാരണം അത് ക്യാൻസർ ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് എൻ്റെ സങ്കടം പറഞ്ഞ്
കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ ബ്ലഡ് റിസൾട്ട് ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് കൂടി നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ ആ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയത് എൻ്റെ ഭർത്താവിന് അമേരിക്കയിൽ ഒരു നല്ല ജോലി ലഭിച്ചു. 7ാം ക്ലാസ് മാത്രമേ ഭർത്താവിന് വിദ്യാഭ്യാസമുള്ളൂ. എങ്കിലും കിട്ടില്ല എന്ന് വിചാരിച്ച ജോലി ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു, മാതാവും തിരുക്കുമാരനും നിൻ്റെ കൂടെയുണ്ട്, അത് മാതാവും തിരുക്കുമാരനും നിനക്ക് ഉറപ്പായിട്ടും ഈ ജോലി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ജോലിക്കുള്ള വിളി വന്നു. ജോലിക്ക് 1 മാസത്തിനുള്ളിൽ ചെല്ലണമെന്നുള്ള വിളി വന്നു. ആ ജോലിയിൽ ഭർത്താവ് ഇപ്പോൾ 8 മാസമായി ജോലി ചെയ്യുന്നു. വർഷങ്ങളായുള്ള ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർത്തു. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഈ സന്തോഷം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കർത്താവിൻ്റെ തൊട്ടനുഭവങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ, കേൾവിക്കാരുടെ മേൽ വചനം പരിശുദ്ധാത്മ നിറഞ്ഞതുപോലെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്കും ഒരു ബോധ്യം ഉണ്ടാവും. എന്താ? യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന്. ഹെബ്രായർ 13:8 വചനം നമ്മൾ ഓർക്കും. കർത്താവ് ഇന്നും ജീവിക്കുന്നു. എന്തിന് ജീവിക്കുന്നുവാണ്? എൻ്റെ കണ്ണീരൊപ്പാൻ, എനിക്ക് ഈ ഭൂമിയിലുള്ള സ്വസ്ഥതയും ഭൗതിക സാഹചര്യത്തിന് മേലുള്ള ആശ്വാസവും അഭിവൃദ്ധിയും എനിക്ക് നിത്യതയും നൽകാൻ യേശു ഇന്നും ജീവിക്കുന്നു. ആ ഇന്നും ജീവിക്കുന്ന കർത്താവിന് നമ്മൾ തൊട്ടനുഭവിക്കുന്നത് ആരാധനയിലൂടെയാണ്. അതുകൊണ്ടാണ് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഈ കണ്ട ആൾക്കാരെല്ലാം സാക്ഷ്യം പറയുന്നതിൽ 90% ആരാധന മധ്യസ്ഥ സൗഖ്യപ്പെട്ടവരാണ്. നമുക്കിപ്പോൾ ആരാധന പ്രവേശിക്കാം. ഈ ആരാധന കൂടുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലും ഉണ്ടാകണം, കർത്താവെ ഞങ്ങളെ തൊടണമേ. ഏറെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രമിക്കുന്ന, ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളും പരമാവധി നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം മുട്ടിൽ നിന്നാലും സന്തോഷമേ ഉള്ളൂ. കാര്യം കർത്താവിനത് പ്രിയങ്കരമാണ്, അത് വിശ്വാസത്തിന് പ്രഖ്യാപനമാണ്. നമുക്ക് വിശ്വാസത്തോടെ ആരാധന പ്രവേശിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളെ ആരാധനയിലേക്ക് അങ്ങേ നാഥനും രക്ഷകനുമായി കർത്താവെ ആരാധിക്കണം. തമാശയാപ്പോലെ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. പത്രോസിനെ പോലെ മറ്റൊരു രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യ രക്ഷ നൽകിയിട്ടുള്ള ഒരേ ഒരു നാമം എന്ന രീതിയിൽ ഞങ്ങളുടെ മനസ്സ്, ബുദ്ധി, ശരീരം, ആത്മാവ്, ജീവിതം, ശ്വാസം എല്ലാം കർത്താവെ അങ്ങനെ വെച്ചുകൊണ്ട് ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. ഓ ദിവ്യകാരുണ്യമേ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് സമീപത്തും കർത്താവേ, ദൂരങ്ങളും ഇടുന്നുകൊണ്ട് നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ ഇപ്പോഴങ്ങയുടെ ദൃശ്യനെ വിശ്വാസത്തോടെ സമർപ്പിക്കണം. ഈശോ,
ഈശോ വചന സുവിശേഷ ശുശ്രൂഷയുടെ സമയങ്ങളിൽ കർത്താവേ, നീ നാഥനും രക്ഷകനുമാണെന്ന് കർത്താവേ ഞങ്ങൾ ഏറ്റുപറഞ്ഞു കർത്താവേ. ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് ആരാധന ഈ നിമിഷം കർത്താവേ അക്ഷരം യേശു കർത്താവാണെന്ന് കർത്താവേ അക്ഷരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവം നിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നുള്ള കർത്താവേ ജനകോടികളുടെ വിശ്വാസമാണ് ഈശോയെ. ജനകോടികൾ അനുഭവ പാരമ്പര്യ ചരിത്രമാണ് കർത്താവേ. ഇപ്പോഴും കർത്താവേ അങ്ങേ നാഥനായി അങ്ങേ രക്ഷകനായി ഏറ്റുപറയുന്ന ഓരോ മകനിലേക്ക് കർത്താവേ മകനിലേക്ക് കർത്താവേ ഈ നിമിഷം നിന്റെ ശക്തി കൊടുക്കണം കർത്താവേ. ഈ ആരാധന കർത്താവേ ഇപ്പോൾ ശാന്തമാക്കണമേ. ഹല്ലേലൂയ ദൈവത്തിന്റെ സത്യം അനുഗ്രഹം നിറവില് നമ്മളെ ഈ നിമിഷം വരെ നമ്മൾ ആരാധിച്ചപ്പോൾ നുറുങ്ങി നമ്മൾ ആരാധിച്ചപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവ് തൻ്റെ അനുകമ്പയാൽ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങളെവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ശിരസ് നമിച്ച് അങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാം. ഇന്ന് നീ പോകുന്നിടത്തില്ല, വീണ്ടും ഈ സാന്ത്വനാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്നവരെ നിൻ്റെ വലത്തുവിടത്തും നിൻ്റെ വീട്ടിലും വഴിയിലും നിൻ്റെ ജലത്തിലും കരയിലും മുഴുവൻ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആരാധന ശക്തി ഉണ്ടാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ ദൈവമായ കർത്താവ് ജീവിക്കുന്ന ദൈവം നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, തീരാവ്യാധികൾ ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനെ ഓർത്ത്, ദുഃഖ ദുരിതങ്ങൾ ഞങ്ങളെ വീണ്ടെടുക്കുന്നതിനെ ഓർത്ത്, കടഭാരങ്ങളിൽ വിടുതൽ നൽകുന്നതിനെ ഓർത്ത്, മാരക രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ ഓർത്ത്, കർത്താവേ കഷ്ടതകളിൽ നിന്ന് കാലക്കേടിൽ നിന്ന് മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തി സ്തുതിക്കട്ടെ. വിശ്വാസത്തോടെ ജീവിത നിയോഗങ്ങൾ സങ്കടങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത വ്യഗ്രതകൾ സമർപ്പിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ട് അടയാളങ്ങൾ വർദ്ധിച്ചുകൊണ്ട് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്